അത്തരമൊരു ജാഗ്രത എവിടെയും കാണാനില്ല എന്നതാണ് നിർഭാഗ്യകരമായ വശം. നിപ്പ കൺട്രോൾ റൂം അതെന്തോ ജനപ്രതിനിധികൾ അകന്നു നിൽക്കേണ്ട ഒരു സ്ഥലമാണ് എന്ന മട്ടിലാണ് ഇപ്പോൾ സർക്കാർ അതിനെ കൈകാര്യം ചെയ്തത്. ജനപ്രതിനിധികൾ കൂടി സഹകരിച്ച് അവരുടെ കൂടി നല്ല കൂട്ടായ്മയുടെ ഭാഗമായി പ്രതിരോധ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നതിനാണ് മുൻകാലങ്ങളിൽ ശ്രദ്ധിച്ചിരുന്നത്. നിപ്പയുടെ അതീവ ഗൗരവമായ സാഹചര്യം ഉയർന്നു വന്ന ഘട്ടത്തിലാണ് ഇവിടെ വലിയ തോതിൽ ആക്ഷേപത്തിനിടയാക്കിയ DHSനെ മാറ്റുന്ന നടപടിയുണ്ടായത്. ഇതില് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് ഫലപ്രദമായി നേതൃത്വം കൊടുക്കേണ്ടത് ആരോഗ്യവകുപ്പാണ്. അതിൻ്റെ തലപ്പത്തിരിക്കുന്നയാളെ ഇത്തരമൊരു ഘട്ടത്തിൽ മാറ്റുക എന്നത് സാധാരണഗതിയിൽ പ്രതീക്ഷിക്കുന്ന കാര്യമല്ല. പക്ഷേ ആരോഗ്യമന്ത്രി പറയുന്നത് സിസ്റ്റത്തോടുള്ള നിസ്സഹകരണം കാരണമാണ് മാറ്റിയത് എന്നാണ്. വകുപ്പിലെ സ്ഥലമാറ്റവുമായി ബന്ധപ്പെട്ട് സുതാര്യമായി പ്രവർത്തിച്ചു വരുന്ന ഒരു സംവിധാനം നിലവിലുള്ളതാണ്. അത് തകർക്കാൻ പുതിയ സർക്കാർ ശ്രമിച്ചപ്പോൾ അതിന് കൂട്ടുനിന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇവിടെ പഴയ കാലം, ഒരു ദശാബ്ദം മുൻപുള്ള കാലത്ത് എങ്ങനെയെല്ലാം സ്ഥലമാറ്റങ്ങൾ നടന്നിരുന്നു എന്നുള്ളത് എല്ലാവരുടെയും ഓർമ്മയിലും അറിവിലുമുള്ളതാണ്. ഇന്ന് ചില തസ്തികകൾക്ക് ലക്ഷങ്ങൾ മറിയുന്ന അവസ്ഥയുണ്ടായിരുന്നു എന്നതും അങ്ങാടിപ്പാട്ടായിരുന്നു. ആ കാലത്തേക്ക് തിരിച്ചു പോകാനാണോ ഈ സുതാര്യമായ സംവിധാനങ്ങൾ ഇല്ലാതാക്കുന്നത് എന്നത് പൊതുവെ ഒരു ആശങ്കയായി ഉയർന്നതായി കാണുന്നുണ്ട്. ഇപ്പോഴത്തെ DHSന്റെ കാര്യത്തിൽ നേരത്തെ LDF സർക്കാർ അവരുടെ സർവീസ് 1 വർഷം കൂടി നീട്ടി നൽകാൻ തീരുമാനിച്ചിരുന്നു. ആ തീരുമാനം അട്ടിമറിച്ചാണ് ഇപ്പോഴത്തെ സ്ഥാനചലനം വന്നിട്ടുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.